ബാപ്പയില്ലാത്ത കുട്ടിയെ മുലയൂട്ടിയാൽ എന്ത് കിട്ടാനാണ് വന്നവർ അടക്കം പറഞ്ഞു. നാളുകൾക്കൊടുക്കം മറ്റു കുഞ്ഞുങ്ങളെയൊന്നും ലഭിക്കാതെ മടങ്ങാനിരുന്ന ശരീരം ചുളിഞ്ഞ ഹലീമ എന്ന സ്ത്രീ ആ ദൗത്യം ഏറ്റെടുത്തു. കുഞ്ഞുനാളിലെ അവഗണന നേരിട്ട കുഞ്ഞു മുഹമ്മദിനെ ഹലീമ എന്ന സ്ത്രീക്ക് ആമിന ബീവി കൈമാറി. കുഞ്ഞു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹലീമത്തു സഅദയോടൊപ്പം മരുഭൂമിയിലൂടെ ഉള്ളറകളിലേക്ക് യാത്രയായി. ആ യാത്രയിൽ അത്ഭുതം പെയ്തു തുടങ്ങി. കൊടും വെയിലിനെ അതിജീവിച്ച യാത്രയിൽ ഹലീമ ബീവി ആ അത്ഭുതം കണ്ടു. കയ്യിലുള്ള കുഞ്ഞിന് കൊടും വെയിലിലും മേഘങ്ങൾ തണലിരുന്നു. ഇതൊരു അസാധാരണ കുഞ്ഞാണെന്ന് ബീവി സന്തോഷത്തോടെ സഹായത്രികരോട് പറഞ്ഞു. മൈലുകൾ താണ്ടി ദിവസങ്ങൾ നീണ്ട യാത്രക്കൊടുക്കം ഹലീമ ബീവിയുടെ വീട്ടിലെത്തി. ഹലീമ ബീവിയുടെ വീട്ടിൽ അവരുടെ കുഞ്ഞുങ്ങളോടൊപ്പം കുഞ്ഞു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നു. വറുതിയുടെ കാലം ഹലീമ ബീവിയുടെ കുടുംബത്തിൽ സന്തോഷം വന്നു തുടങ്ങി. ആളുകൾ അസൂയയോടെ വന്ന കുഞ്ഞിന്റെ അനുഗ്രഹമെന്ന് പറഞ്ഞു. കൈകുമ്പിളിൽ കിടക്കുന്നത് ലോകത്തിന്റെ പ്രകാശം എന്നറിയാതെ, തൊട്ടിലിലാട്ടുന്നത് മനുഷ്യകുലത്തിന്റെ വിമോചകൻ എന്നറിയാതെ, താരാട്ടി ഉറക്കുന്നത് അവളുടെ അന്ത്യപ്രവാചകൻ എന്നറിയാതെ ഹലീമ സ്വന്തം മക്കളെക്കാൾ പരിഗണന നൽകി ആ കുഞ്ഞു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തി. ഹലീമ ബീവിയുടെ സന്തോഷത്തിന് ഇടയായിരുന്നു നമ്മുടെ കുഞ്ഞു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മനസ്സോടെ ഹലീമ ബീവി മക്കയിലേക്ക് തിരിച്ചെത്തി. കുഞ്ഞു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആമിന ബീവിക്ക് തിരിച്ചേൽപ്പിക്കണം. സന്തോഷം ഏറെയും കൊണ്ടും വന്ന ആ കുഞ്ഞിനെ പിരിയുന്നതിനാൽ ഹലീമ ബീവിക്ക് സങ്കടമായിരുന്നു. അല്പകാലം കൂടെ ഈ കുഞ്ഞിനെ വിട്ടു നൽകാൻ ആമിന ബീവിയോട് അഭ്യർത്ഥിക്കണം. ഹലീമ ബീവി മനസ്സിലുറപ്പിച്ചു. പ്രകാശം പരത്തുന്ന ഈ കുഞ്ഞിനെ അവർ വിട്ടു നൽകിയാൽ സൗഭാഗ്യങ്ങൾ നഷ്ടമാവുമോ? ഹലീമ ബീവിയുടെ മനസ്സിൽ ചിന്തകൾ കുമിഞ്ഞുകൂടി. വർഷങ്ങളുടെ ഇടവേളയിൽ മകനെ കണ്ട ആമിന ബീവി സന്തോഷത്തോടെ വാരിപ്പുണർന്നു. ഇനിയുള്ള നാൾ കുഞ്ഞുമകനോടൊപ്പം കഴിച്ചുകൂട്ടണമെന്ന് കരുതിയ ആമിന ബീവിയെ അവിടെയും വേദന വേട്ടയാടി. മക്കയിൽ പടരുന്ന പകർച്ചവ്യാധി രോഗം കുഞ്ഞിനെ പിടിപെടുമെന്ന് ആശങ്കയിൽ അല്പകാലം കൂടെ കുഞ്ഞിനെ ഹലീമ ബീവിയോടൊപ്പം വിടാമെന്ന് തീരുമാനിച്ചു. നീതി ലഭിച്ച ഘനക്കാരന്റെ സന്തോഷം പോലെ ഹലീമ ബീവി ആ ദൗത്യം ഏറ്റെടുത്തു. വീട്ടിലേക്ക് മടങ്ങി ഹലീമത്തു സഅദിയയുടെ മക്കൾക്കൊപ്പം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നു. അവർക്കൊപ്പം ബാല്യത്തിലെ ആട്ടിടയനായി. പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടെ മരുഭൂമിയുടെ ഭ്രാന്തങ്ങളിൽ പ്രവാചകൻ ബാല്യം കഴിച്ചുകൂട്ടി. ഹലീമ ബീവിയുടെ അടുത്തുനിന്ന് തിരിച്ചെത്തിയ കുഞ്ഞു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആമിന ബീവി വാത്സല്യത്തിന്റെ തൊട്ടിലിലാട്ടി വളർത്തി. ഇഷ്ടപ്പെട്ട പുത്രൻ അബ്ദുള്ളയുടെ മകൻ ഒരു കുറവും വരാതിരിക്കാൻ അബ്ദുൽ മുത്തലിബ് ശ്രദ്ധിച്ചു. വിശുദ്ധ കഅബാലയത്തിനരികെ മക്കയിലെ അസാംസ്കാരികതയ്ക്ക് സാക്ഷിയായി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബാല്യം കഴിച്ചുകൂട്ടി. 6-ാം വയസ്സിൽ ആമിന ബീവിക്ക് ഒരു ആഗ്രഹം മനസ്സിൽ ഉദിച്ചു. യസ്രിബിലുള്ള കുടുംബങ്ങളുടെ അടുത്ത് പോകണം. കുഞ്ഞിനെ കുടുംബങ്ങൾക്ക് പരിചയപ്പെടുത്തണം. പിതാവ് അബ്ദുള്ളയുടെ ഖബറിടം സന്ദർശിക്കണം. സന്തോഷത്തോടെ സഹായിയെയും കുഞ്ഞു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടി ആമിന ബീവി യാത്ര തുടങ്ങി. കുറേ നീണ്ട യാത്രക്കിടയിൽ യസ്രിബിൽ കുടുംബത്തെ കണ്ടു. ബാല്യത്തിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും സന്തോഷമുള്ള നാളുകളായിരുന്നു യസ്രിബിലേത്. മാതൃകുടുംബത്തെ കണ്ടും പരിചയപ്പെട്ടും ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. പിതാവ് മരണപ്പെട്ട ഇടം വേദനയുടെ ആ ബാലൻ ഉമ്മയോടൊപ്പം നിന്നു. ആതിഥ്യങ്ങൾക്ക് നന്ദി പറഞ്ഞ് ആ സന്തോഷ നാളുകൾ ശേഷം ആമിന ബീവിയും മകനും സഹായിയായ സ്ത്രീയും അവിടെ നിന്ന് മടങ്ങി. അവരുടെ ആ യാത്ര ഒരു സാധാരണ മനുഷ്യന് താങ്ങാവുന്നതിലപ്പുറത്തുള്ള വേദനയായിരുന്നു പ്രവാചകന് സമ്മാനിച്ചത്. പരന്നു കിടക്കുന്ന മരുഭൂമിയിലൂടെ ദിവസങ്ങൾ യാത്ര ചെയ്തു വേണം മക്കയിൽ തിരിച്ചെത്താൻ. ഉമ്മയുടെ കൈപിടിച്ച് ബാല്യത്തിന്റെ കുസൃതി കാണിച്ച് ആ യാത്ര തുടരുന്നതിനിടെ ആമിന ബീവിക്ക് രോഗം മൂർച്ഛിച്ചു. കണ്ണെത്താ ദൂരത്തോളം മരുഭൂമിക്ക് നടുവിൽ 6 വയസ്സുള്ള മകന്റെ മടിയിൽ കിടന്ന് ആമിന ബീവി മരണപ്പെട്ടു. കുഞ്ഞു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് ഒരുപാട് വേദനിച്ചു. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മാതാവ് ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു. സങ്കടങ്ങളുടെ ആയിൽ പിതാവും മാതാവും നഷ്ടപ്പെട്ടൊരു 6 വയസ്സുകാരൻ കുട്ടി മാതാവിനെ ഖബറടക്കി ഉമ്മയുടെ സുഹൃത്തിനോടൊപ്പം മക്കയിലേക്ക് യാത്രയായി.
മാതാവ് നഷ്ടപ്പെട്ട വേദന പേറി വന്ന കുഞ്ഞിനെ മക്കയിൽ അബ്ദുൽ മുത്തലിബ് ആലിംഗനം ചെയ്തു. പിന്നീടുള്ള കാലം സദാസമയം അബ്ദുൽ മുത്തലിബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒപ്പം കൂട്ടി മക്കയിലെ ഉഗ്ര പ്രതാപിയുടെ കൈപിടിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയുടെ ബാലപാഠങ്ങൾ പഠിച്ചു. ചുറ്റും കൂടി നിലനിന്ന അസാംസ്കാരികതക്കും ചതിക്കും അക്രമങ്ങൾക്കും നടുവിലൂടെ കള്ളം പറയാത്തവനായി ഒരു കുട്ടി വളർന്നു വന്നു. പ്രായത്തിൽ കവിഞ്ഞ പക്വതയും ഓമനത്തം തുളുമ്പുന്ന മുഖവും സൽസ്വഭാവമുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുഞ്ഞുനാളിലെ മക്കൾക്ക് പ്രിയപ്പെട്ടവനായി. എല്ലാവർക്കും സമ്മതനായി അബ്ദുൽ മുത്തലിബിന്റെ പ്രിയപ്പെട്ടവനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നു. കുഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇപ്പോൾ 9 വയസ്സാണ്. വേദനയുടെ വേലിയേറ്റം ആ കുഞ്ഞിനെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. അനാഥത്തിലും തണൽ വിരിച്ച അബ്ദുൽ മുത്തലിബ് രോഗം പിടിപെട്ട് ശയ്യയിലാണ്. ഒരു നാൾ അദ്ദേഹം മക്കളെ എല്ലാം വിളിച്ചുകൂട്ടി തൻ്റെ കാലശേഷത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി. മാതാവും പിതാവും ഇല്ലാത്ത തൻ്റെ ഇഷ്ടപുത്രൻ മുഹമ്മദിൻ്റെ സംരക്ഷണം ആര് ഏറ്റെടുക്കും? ചർച്ചകൾ, തീരുമാനങ്ങൾ. അബൂ ത്വാലിബിൻ്റെ കൈപിടിച്ച് വസിയത്ത് പോലെ റസൂലിനെ ഒരു കുറവുമില്ലാതെ സംരക്ഷിക്കാൻ അബ്ദുൽ മുത്തലിബ് ചുമതലപ്പെടുത്തി. ജനിക്കും മുന്നേ പിതാവും 6-ാം വയസ്സിൽ മാതാവും 8-ാം വയസ്സിൽ പിതാമഹനും തണലായവരെല്ലാം തന്നെ ബാല്യത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടുപോയി. അബ്ദുൽ മുത്തലിബിൻ്റെ വിയോഗം റസൂലിനെ സങ്കടത്തിലാക്കി. പിന്നീട് ബാല്യവും കൗമാരവും യൗവനവും അബൂ ത്വാലിബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തണലായി നിലകൊണ്ടു. അബൂ ത്വാലിബിൻ്റെ ഭാര്യ ഫാത്തിമ ബീവി വാത്സല്യത്തോടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോറ്റി വളർത്തി. ബാല്യത്തിൽ ആഗ്രഹിച്ച പലതും നഷ്ടമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യൗവനത്തിലും അധികാരകാലവും കുട്ടികൾക്ക് കൂട്ടുകാരനായി കൊള്ളസംഘം തട്ടിക്കൊണ്ടുവന്ന് മക്ക ചന്തയിൽ 8 വയസ്സുള്ള കുട്ടിക്ക് വില പറയുന്നു. ആ കുട്ടിയെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പണം നൽകി മോചിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി ഒരു ദത്തുപുത്രനായി വളർത്തി. സെയ്ദ് എന്ന പേര് വിളിച്ചു. വർഷങ്ങൾക്ക് ശേഷം സെയ്ദിന്റെ കുടുംബം കാബ സന്ദർശനത്തിനെത്തിയപ്പോൾ കുട്ടിയെ കണ്ടു. സെയ്ദിന്റെ മാതാപിതാക്കൾ എത്തി റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു, മകനെ തിരിച്ചു വേണം, മോചനദ്രവ്യം നൽകാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനോഹരമായി മറുപടി പറഞ്ഞു, സെയ്ദിന് തിരഞ്ഞെടുക്കാം. മാതാപിതാക്കളോടൊപ്പം പോവാനും റസൂലിനൊപ്പം തുടരാനും റസൂൽ അനുമതി നൽകി. സെയ്ദ് ഇഷ്ടം തിരഞ്ഞെടുത്ത് മാതാപിതാക്കളോട് പറഞ്ഞു, ഉപ്പ, ഞാൻ സന്തോഷത്തോടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കഴിയാം. മക്ക ചന്തയിൽ സെയ്ദിന്റെ കൈപിടിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു പറഞ്ഞു, ഖുറൈശികളെ, ഇന്നു മുതൽ സെയ്ദ് എൻ്റെ മകനാണ്, അനന്തരാവകാശിയും ഞാൻ അവൻ്റെയും. സെയ്ദിനെ പോലെ ഒരുപാട് ബാല്യങ്ങൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെയും സംരക്ഷകനായി. ബാല്യത്തിൻ്റെ വേദനകൾ അനുഭവിച്ച നേതാവിൻ്റെ ഭരണകാലം മദീനയിലെ ബാലന്മാർക്ക് സന്തോഷപ്പെടുത്തിയിരുന്നു. മദീനയുടെ കുട്ടികൾക്ക് കൂട്ടുകാരനായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവർ കളിക്കുന്നിടങ്ങളിലും ചേർന്നിരിക്കുന്നിടങ്ങളിലും മദീനയുടെ രാജാവെത്തി. അബ്ബാസ് റളിയല്ലാഹു അൻഹയെ പോലെ നിരവധി മഹാപ്രതിഭകളെ ബാല്യത്തിലെ കണ്ടെത്തി വളർത്തി. കുട്ടികളോട് കരുണ ചെയ്യണം. കുട്ടികളോട് കരുണ കാണിക്കേണ്ടത് വിശ്വാസിക്ക് കടമയെന്ന് ജീവിതം കൊണ്ട് കാണിച്ചു കൊണ്ടേയിരുന്നു. ഇതാണ് നമ്മുടെ മുത്തു ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇതിൻ്റെ ബാക്കി നബിയുടെ ജീവിത ചരിത്രം അടുത്തൊരു വീഡിയോയിൽ കാണാം. ഈ ജീവിതത്തിൻ്റെ അനുഭവം നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശെങ്കിൽ ചാനലിനൊരു ലൈക്ക് തരിക.